പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. വാട്ട് എ ഗ്രേറ്റ് ഗോഡ് വി സെർവ്. നാം സേവിക്കുന്ന കർത്താവ് എത്ര വലിയ കർത്താവാണ്. ലെറ്റ് us lift his mighty name. ആ കർത്താവിന്റെ നാമത്തെ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് ഉയർത്താം. താനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും തങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞ കർത്താവ് എവിടെയൊക്കെ കർത്താവിനെ ഉയർത്തുന്നോ അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുമായി എന്റെ കർത്താവ് വചനത്തെ ഉറപ്പിക്കും. അവന്റെ നാമം എവിടെ വിളിച്ചു പറയുന്നോ അവിടെ പാതാള ഗോപുരം അവിടെ ജയിക്കത്തില്ല. അവിടെ എല്ലാ മുട്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മടങ്ങുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നത്തിങ് ക്യാൻ ഡിഫീറ്റ് യു. ഒന്നിനും നിങ്ങളെ പരാജയപ്പെടുത്താനോ നിങ്ങളെ താഴ്ത്തുവാനോ നിങ്ങളെ തകർക്കുവാനോ ഒന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാണെന്നറിയാവോ, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ കർത്താവ് വാഴുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ഇത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നത് മരിച്ചതിനെ ജീവിപ്പിക്കാൻ പറ്റുന്ന നിത്യജീവനാണ് അകത്ത് ഇരിക്കുന്നത്. ബിക്കോസ് ദ എവർലാസ്റ്റിംഗ് ലൈഫ് ഇസ് ഇൻസൈഡ് യു. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് പോലും നിങ്ങളുടെ മേൽ കർത്തൃത്വമില്ല. വി ആർ വിക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വി ആർ വിക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. സോ ലെറ്റ് us ബി എക്സൈറ്റഡ്. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ധൈര്യപ്പെടാം. സാഹചര്യങ്ങളൊക്കെ കാണും, ആ സാഹചര്യത്തിന്റെ അകത്ത് ധൈര്യമില്ല. ദോഷമായിട്ടൊന്നും എന്റെ കർത്താവ്, ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ദോഷമായിട്ടൊന്നും എന്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. ആ കർത്താവിൽ തന്നെ ആ ഹൃദയം വെച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ആ അത്യന്ത ശക്തി നമ്മുടെ മേലിരിക്കുക, നമ്മുടെ ഉള്ളിലിരിക്കുക. അതുകൊണ്ട് നമ്മളെ ഒന്നിനും താഴ്ത്താനോ തകർക്കാനോ പറ്റത്തില്ല. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. മരണത്തെ ജയിച്ച ആ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് മാത്രമേ നമ്മളെ താഴ്ത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ ഹൃദയത്തിലൂടെ വരുന്ന ആ നമ്മുടെ വിചാരങ്ങള് ഇത് ഞാൻ തകർന്നു പോകും, ഈ കടഭാരത്തിൽ നിന്ന് ഇനി എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കത്തില്ല, ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ഈ വീട്ടിലെ സാഹചര്യം ഇങ്ങനെയാ, നമുക്ക് മാത്രമേ നമ്മളെ താഴ്ത്താൻ പറ്റത്തുള്ളൂ. ദൈവവചനം നമ്മൾ പലപ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടുക അല്ലേ? പക്ഷെ ഗോഡ് പ്ലാൻസ് വിത്ത് എറ്റേണിറ്റി. കർത്താവിന്റെ പ്ലാന് എറ്റേണിറ്റി വരെയാ, നിത്യത വരെയാ. കർത്താവ് എന്നെ നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇത് തീർന്നു പോകും. നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ്. പക്ഷെ ആ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. എന്നെ നടത്താൻ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. ആ കർത്താവിന് സകലവും മതിയായവനാ, അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവനാണെന്ന് വിശ്വസിച്ചാൽ. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോടൊരു കാര്യം പറയുകയായിരുന്നു. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഈ അപ്പോസ്തല പ്രവൃത്തി 1-8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യു ഷൽ റിസീവ് പവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്തിനേയും മറികടക്കാൻ. ഈ സാഹചര്യം വിതൗട്ട് ഹോളി സ്പിരിറ്റ് വി ക്യാൻ ഡു നത്തിങ് ഇൻ അവർ ലൈഫ്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന 15, 16, 17 ഈ വെള്ളി, ശനി, ഞായർ 3 ദിവസം കോഴഞ്ചേരി ഹെവൻലി വെസ്റ്റ് വർഷിപ്പ് സെന്ററിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുഴുവൻ സഭയും ഒന്നിച്ച് സമയം ചെലവിടുകയാണ്. എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഓൾ വർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അടുത്തൊരു തലം പരിശുദ്ധാത്മാ. നമ്മുടെ ബേസിക്സ് ഒരു അത്ഭുതം അടയാളവും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കാണാതിരിക്കുമ്പോൾ നമ്മൾ ഇടറിപ്പോകും. നമ്മുടെ ട്രജക്ടറി അങ്ങ് മാറി. അതിൽ നിന്ന് നമ്മുടെ നോട്ടം, നമ്മുടെ ഇന്ന കാര്യം നടക്കണമെന്നുള്ള നോട്ടത്തെക്കാൾ അവിടുന്ന് നോട്ടം മാറി യേശുവിലോട്ട് നമ്മുടെ നോട്ടം മാറിയാൽ യു വിൽ സീ വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ഇൻ യുവർ ലൈഫ്. പരിശുദ്ധാത്മാവാണ് ആ ശക്തി തരുന്നത്. പരിശുദ്ധാത്മാവാണ്, അഭിഷേകമാണ്.
കർത്താവ് പറഞ്ഞ ഒരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സ്ഫോടനം പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായതുപോലെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഗ്ലോറി ഈ 3 ദിവസം ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കും. പ്ലീസ്, ഒരു പുതിയ റിവൈവൽ കർത്താവ് അയക്കും. പുതിയൊരു ഗ്ലോറി ഇറങ്ങി വരും. കൃപാവരങ്ങൾ ഓൾറെഡി ഉള്ളിലുണ്ട്. പലതും കർത്താവ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ പകർന്നിട്ടുണ്ട്. അത് ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് ഒരു ഗുണവും ഇല്ല, അല്ലേ? ഇത് പൊതുപ്രയോജനത്തിനുള്ള, മറ്റുള്ളവർക്ക് പോലും പ്രയോജനത്തിനുള്ളതാണ് എന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആ കർത്താവിന്റെ ശക്തി. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യുക? കൃപാവരങ്ങളെയൊക്കെ ഒന്നുകൂടി ഒന്ന് ഷാർപ്പൻ ചെയ്യുക, മൂർച്ച കൂട്ടും. ഞാൻ ഇടയ്ക്ക് പറയുന്നത് ഷീന കത്തി മൂർച്ച കൂട്ടുന്ന പോലെ, അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് കത്തി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ മൂർച്ച കൂട്ടുന്ന കാണാം. അങ്ങനെ മൂർച്ച കൂട്ടുന്നത് പോലെ പ്ലീസ് നമുക്ക് മൂർച്ച കൂട്ടാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിന് ഒറ്റ കാര്യമുള്ളൂ, സിറ്റ് ഇൻ ദ ഫീറ്റ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക. അപ്പോസ്തലന്മാർ 120 പേര് അവർ ഒന്നിച്ചിരുന്നു. ഇരുന്നത് പോലെ അല്ല അവർ എഴുന്നേറ്റ്. പ്രൈസ്, ദി റോസ് വിത്ത് ഗ്രേറ്റ് പവർ. അവർ പെട്ടെന്ന് വലിയ വിസിറ്റേഷൻ ഉണ്ടാകുക, അല്ലേ? അവിടെ എനിക്ക് എഴുതിയിരിക്കുന്ന 1-2 വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും പറയുന്ന, പെട്ടെന്ന് എല്ലാവരുടെ മേലും. നോക്കിയേ, 2 വാക്കുകൾ അവിടെ എഴുതിയിരിക്കുന്നത്, പെട്ടെന്ന്. പ്രൈസ്, ഇറ്റ് ഹാപ്പൻസ് ഇൻ എ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ്. പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. പ്രൈസ്, പെട്ടെന്നാണ് ചിലരുടെ ശുശ്രൂഷ മാറുന്നത്, അല്ലെ? പെട്ടെന്നാണ് നമ്മള് ചുമ്മാ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അടിച്ചു നിന്ന ചില വ്യക്തികള് പെട്ടെന്ന് നമുക്ക് കാണാം അവര് അതിശക്തമായിട്ട് ശുശ്രൂഷിക്കുന്നത്, അല്ലെ? ചിലരുടെ കയ്യിലോട്ട് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ചിലരുടെ കയ്യിലോട്ട് ആ മൈക്കൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ അകത്തുനിന്ന് യഹൂദ ഗോത്രത്തിന്റെ ഗർജിക്കുന്ന സിംഹം ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഈ അഭിഷേകം വീഴുന്നത് പെട്ടെന്നാണ്. കർത്താവിന്റെ പ്രവൃത്തിയെല്ലാം കണ്ണിലേക്ക് നേരത്തിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നോക്കി, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആ പെന്തക്കോസ്ത് നാളിൽ അവിടെ അപ്പോസ്തല പ്രവൃത്തി 2:4 എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഓൾ വർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറയുക മാത്രമല്ല ചെയ്തത്, അതിന്റെ ഒരു സൈനും കൂടി അവർക്കുണ്ടായി. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ച് തുടങ്ങി. അതൊരു ബിഗിനിങ് ആയിരുന്നു. തുടങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം പിന്നെയും പിന്നെയും ഫില്ലിംഗ് ഉണ്ടായിരുന്നു, പിന്നെയും നിറഞ്ഞു, പിന്നെയും പുതിയ ഭാഷകൾ കർത്താവ്. ഇത് ഇഫ് യു എക്സ്പീരിയൻസ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ വേ യു ഹാവ് ടു എക്സ്പീരിയൻസ് ഹിം, അവനെ എങ്ങനെ ഒന്ന് രുചിച്ചറിയേണ്ട രീതിയിൽ അവനെ ഒന്ന് രുചിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. ജീവിതം മാറുമെന്ന് പലപ്പോഴും നമ്മളൊക്കെ നമ്മളെല്ലാം വിഷയത്തിന്റെ വിടുതലും അതെല്ലാം ആഗ്രഹിച്ച കർത്താവിന്റെ അത് തരും. അത് നോക്കിയേ, അത് കർത്താവ് തരും. അത് കർത്താവിന്റെ വാക്കാണ്, അതൊരിക്കലും മാറത്തില്ല. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അതൊരിക്കലും മാറത്തില്ല. അത് തരും. പക്ഷെ അതിനേക്കാൾ ഹയർ തിങ്സ് ഉണ്ട്. നമ്മൾ അതിലാണോ പിടിക്കുന്നത്? അത് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് തന്നെ വിസ്മയം. അത് പലർക്കും വേണ്ട. ഈ ഹയർ തിങ്സ് ആ കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കും. ഈ മറ്റേതെല്ലാം പെരിഫറലാണ്. രോഗസൗഖ്യം, അത്ഭുതം. രോഗസൗഖ്യമാണ് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഞങ്ങളെ ഇരുത്തിയത്. കടഭാരം മാറിയതാണ് ഞങ്ങളെ ഇങ്ങനെ ഇരുത്താനുണ്ട ഒരു കാരണം. ജീവനോടെ ഇരിക്കുന്നത് തന്നെ അങ്ങ്. പക്ഷെ അതിനേക്കാൾ എല്ലാം വി ഹാവ് ടച്ച്ഡ് ഹിം. ഞങ്ങൾ അവനെ തൊട്ടതാണ്. ഞങ്ങളെ ഹാവ് യു ടച്ച്ഡ് ഹിം? ഹാവ് യു ടേസ്റ്റഡ് ഹിം? അവനെ രുചിച്ചിട്ടുണ്ടോ? ആ കർത്താവ് ആരാണെന്ന് പ്രൈസിനോ ഒന്ന് ശരിക്കും പിടികിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രൈസ് ഭയങ്കര കുഴപ്പമാണ്. നമുക്ക് കൈയടിക്കാൻ പറ്റും, സ്തോത്രം ചെയ്യാൻ പറ്റും, അപ്പം തിന്നാൻ പറ്റും, സ്തോത്രകാഴ്ച ഇടാൻ പറ്റും, കർത്താവിന്റെ വേലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ആരാണെന്ന് പിടികിട്ടിയാൽ വി വിൽ വാക്ക് ഇൻ ദ നെക്സ്റ്റ് ലെവൽ. ഇന്ന് അതിനെക്കുറിച്ചാണ് നമുക്ക് വചനത്തിലോട്ട് പോയാലോ. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 66-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചതുമില്ല. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവന്റെ കൂടെ സഞ്ചരിച്ചുമില്ല.
നോക്കിക്കേ കർത്താവിന്റെ ഈ 6-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ആദ്യം മുതൽ നമ്മൾ കാണുന്ന എടുക്കണമെന്നില്ല ഷീന, അതിന്റെ ആദ്യം മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 5 അപ്പം കർത്താവ് വർദ്ധിപ്പിക്കുകയാണ്. അവരെല്ലാവരും അവരുടെ കണ്ണ് അവര് പോലും വിസ്മയിക്കുന്ന രീതിയിലുള്ള അത്ഭുതം അവർ കാണുക. അപ്പം വർദ്ധിക്കുന്ന അവർ കാണുന്നു. 12 കൊട്ട മിച്ചം വരുന്നത് അവർ കാണുകയാണ്. നോക്കിയേ, അത്ഭുതങ്ങൾ കാണാം. അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് വെള്ളത്തിന്മേൽ നടന്ന് വരുന്നത് അവരുടെ കണ്ണുകൊണ്ട് അവർ കാണുകയാണ്. സൂപ്പർ നാച്ചുറൽ, ദൈവ വാച്ചിങ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ്. അങ്ങനെ ആരംഭിച്ച അധ്യായം മുമ്പോട്ട് വന്ന് അതിന്റെ 66-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അന്ന് മുതൽ ശിഷ്യന്മാർ പിൻവാങ്ങിപ്പോയി. ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ, കർത്താവിന് വേണ്ടി അതിശക്തമായി ശുശ്രൂഷ ചെയ്ത് പലരും പിൻവാങ്ങിപ്പോയത്. വർഷിപ്പ് ലീഡേഴ്സ് ആയിരുന്നത്, സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നവർ, സഭയിൽ മുമ്പിൽ നിന്നവർ പലരും ഇടറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും കർത്താവിനെ വിട്ട് പിന്മാറിപ്പോകുന്നത് എന്റെ ജീവിതത്തിൽ കണ്ടു. വൈ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ ചിലതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ശരിയാകത്തില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പിന്മാറിപ്പോകുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവരിൽ പലരും പിന്നെ അവന്റെ കൂടെ പോയില്ല, അവന്റെ കൂടെ നടന്നില്ല. പലരും അവിടെ എന്ത് ചെയ്തു? പിന്മാറിപ്പോയി. അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 3-4 കാര്യങ്ങൾ കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനെ യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല. കർത്താവ് ആ പടകിൽ യാത്ര ചെയ്ത് അക്കരെ കഫർന്നഹൂമിൽ കർത്താവ് എത്തുകയാണ്. കർത്താവ് എത്തുമ്പോൾ നോക്കിയ മറുവിലായി വലിയ ജനസമൂഹം കർത്താവിന്റെ അടുത്ത്, വേറെ സൈഡിൽ കൂടെ, വേറെ വഴി കൂടെ കർത്താവിന്റെ അടുത്തേക്ക് ജനസമൂഹം എത്തുകയാണ്. അന്ന് അവിടെ കർത്താവ് അവരോട് പറയുകയാണ്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായിക്കൊണ്ടത്രേ എന്നെ അന്വേഷിക്കും. അടുത്ത വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കുവിൻ. നോക്കിയേ കർത്താവ് ഹി ഈസ് ടെല്ലിംഗ് ദം സംതിങ് ഹയർ. അതിനേക്കാൾ മേൽത്തരമായ ഉന്നതമായ ചില കാര്യങ്ങൾ തന്റെ ഹൃദയം തുറന്ന് വെളിപ്പെടുത്തുക. നിങ്ങളിപ്പം എന്നെ അന്വേഷിച്ച് വന്നത്, നിങ്ങൾ അപ്പം തേടി, യു വാണ്ടഡ് ബ്രെഡ്, നിങ്ങൾ അപ്പം തേടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത്, അപ്പത്തിനായിട്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത്. നോക്കിക്കേ, എന്നാൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് മറ്റു ചിലതാണ്. നശിച്ചു പോകുന്ന ആഹാരം, ഇപ്പൊ കഴിക്കുന്ന അപ്പം കുറച്ച് കഴിയുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്ത്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വാഷ്റൂമിൽ ആ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് അതിന്റെ എസൻഷ്യൽ എല്ലാം നമ്മുടെ ശരീരം വലിച്ചെടുത്ത് ആ വേസ്റ്റ് എല്ലാം വാഷ്റൂമിൽ നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനല്ല, എന്റെ കയ്യിൽ വേറെ ചിലതുണ്ട് തരാൻ. എന്റെ കയ്യിൽ ഇതിനേക്കാൾ വില പിടിച്ചത് ചിലത് തരാനുണ്ട്. നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, നിത്യതയിലേക്ക് നിലനിൽക്കുന്ന, അവിടെ പറയാം നിലനിൽക്കുന്ന, ആ വാക്ക് അവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന, മറ്റെല്ലാം പെരീഷബിൾ ആശിന, മറ്റെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, മറ്റെല്ലാം ഉപയോഗത്താൽ തീർന്നു പോകും. നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ ഒരു സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി വന്നു, സാമ്പത്തിക അനുഗ്രഹം കിട്ടി, സമ്പത്ത് തീർന്നു പോകും, അത് ഉപയോഗത്താൽ തീർന്നു പോകുന്നതാണ്. ഒരു രോഗ സൗഖ്യത്തിന് വേണ്ടിയായിരിക്കും വന്നത്, രോഗം സൗഖ്യമായിരിക്കും. എന്നാൽ നാൾ തോറും കഴിയും തോറും മുമ്പോട്ട് പോകും തോറും ഈ ശരീരം എന്ത് ചെയ്യുക? ബലഹീനമായി. പ്രായം ചെല്ലുമ്പം അത് വീണ്ടും വീണ്ടും ബലഹീനമായാണ് എല്ലാ ശരീരങ്ങളും വരുന്നത്. അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരിക്കലും അതിന്റെ തേജസ് വർദ്ധിച്ചു വരുന്നത് നിത്യതയുടെ തേജസ് മാത്രമേ ഉള്ളൂ. വർദ്ധിച്ചു വരുന്ന തേജസ്, വർദ്ധിച്ചു വരുന്ന തിളക്കം, അതിന്റെ പ്രഭ ഒന്നും കൂടെ കൂടുന്നത്, അത് കർത്താവ് പറയുക, എനിക്ക് തരാനുള്ളത് ഈ നശിച്ചു പോകുന്ന ആഹാരമല്ല. നിങ്ങൾ അതിനെപ്പറ്റിയാ പറയുന്നത്. നിങ്ങൾ ആഹാരം വേണ്ടിയത് കൊണ്ടാണ് നിങ്ങൾ എന്റെ അടുത്ത് വന്നത്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് വേറെ ചിലത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് അതൊന്ന് കർത്താവ് അത് തരാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയാം, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടു. അതിനായിട്ട് പിതാവാം ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അവനെ മുദ്രയിട്ടു. അപ്പൊ അവരുടെ ആദ്യത്തെ വിഷയം, അവർക്ക് റൊട്ടി കിട്ടുമെന്ന് വെച്ചാ വന്നത്. റൊട്ടി കിട്ടുകയല്ല, വേറെയാണ് അവർക്ക് കാണാത്ത കാര്യം കർത്താവ് അവരോട് പറയുന്നത്. നിത്യത എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് നിത്യത എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യരാജ്യം ഇത് ദൈവമക്കളെ വിശ്വാസത്താൽ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ്
എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദേ നോ, അവര് ഇവിടം കൊണ്ട് തീരുന്ന വ്യക്തികളല്ല എന്ന് നല്ല ഉറപ്പും ധൈര്യവും അവർക്കുണ്ട്. അവർക്ക് കർത്താവ് ഒരു ഭവനം ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് ഉറപ്പുണ്ട്. നമ്മള് രോഗസൗഖ്യമൊക്കെ കണ്ടായിരിക്കും കർത്താവിന്റെ സന്നിധി വന്നേ, പക്ഷേ പിന്നീട് മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് എൻകൗണ്ടർ ഉണ്ടായി, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി. ഹാവ് യു ടച്ച്ഡ് ഹിം? അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, നിങ്ങൾ അവനെ തൊട്ടതാണോ? നിങ്ങൾ അവനെ രുചിച്ചതാണോ? രുചിച്ചവര് നോക്കിയേ, ഇവിടെ നമ്മള് കുറിവാക്യം ഇതായിരുന്നു, അന്ന് മുതൽ ശിഷ്യന്മാർ പിൻവാങ്ങിപ്പോയി. തൊട്ടവര് രുചിച്ചവർക്ക് ഒരിക്കലും പിൻവാങ്ങി പോകാം. അവര് പറയും അപ്പം അല്ല ഞങ്ങൾക്ക് കാര്യം, ഈ അപ്പം കിട്ടുന്നതല്ല. ചിലപ്പോ പ്രാർത്ഥിച്ച ചില വിഷയത്തിന് വിടുതൽ കണ്ടില്ലെന്ന് പിണങ്ങി പോകരുതേ. അതല്ല കർത്താവ് തരാനിരിക്കുന്ന അതിനേക്കാൾ ഹയറാണെന്നേ. കർത്താവ് തന്റെ ഹൃദയം അവരുടെ മുമ്പിൽ തുറക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് തരാൻ നിത്യജീവനുണ്ട്. ഒന്ന് അവർ പിൻവാങ്ങി പോകാനുള്ള കാര്യം, അവർ അപ്പം നോക്കി, അപ്പം കിട്ടിയില്ല. അപ്പത്തിന്റെ സമയം കഴിഞ്ഞ് അപ്പം വേണ്ടിയപ്പോ കർത്താവ് അവർക്ക് അപ്പം വേണ്ടിയപ്പോ കർത്താവ് തരും. കർത്താവ് തരാൻ തന്നെയാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും സൗജന്യമായിട്ട് തരാതിരിക്കും. അത് തരുമല്ലേ, അത് വരും. Do not worry about all these things. ഇതിനെക്കുറിച്ച് ഒന്നും എന്ത് ചെയ്യരുത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടരുതെന്ന് യേശു പറഞ്ഞു. ഡോണ്ട് വെറി അബൌട്ട് ദോസ് തിങ്സ്. അതെല്ലാം വന്നോളും, അതറിയാം. കർത്താവ് അവരുടെ ഹൃദയം തുറക്കുകയാണ്. നിത്യതയെക്കുറിച്ച് കർത്താവ് അങ്ങ് പറയുകയാണ്. അവിടെ പറയുന്ന ഒരു കാര്യം, നിത്യത എന്ന് പറയുന്നത് നിലനിൽക്കുന്ന. രണ്ടാമതൊരു കാര്യം പറയാം. ഒന്ന് റൊട്ടി കിട്ടാതെ പിണങ്ങിപ്പോയി. ഒന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് റൊട്ടി കിട്ടാതെ അവര് മടങ്ങിപ്പോയി. 28-29 വാക്യങ്ങൾ വായിക്കാവൂ. അവർ അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്ര നിത്യം. അവൻ അയച്ചവനിൽ നിങ്ങൾ ബിലീവ് ഇൻ മീ എന്ന് പറഞ്ഞ വാക്കിൽ they lost their faith in Jesus. എന്തുകൊണ്ടാ പോയെ? അപ്പം കിട്ടാഞ്ഞുകൊണ്ട്. അപ്പം കിട്ടാഞ്ഞതുകൊണ്ട് അവരപ്പം ആഗ്രഹിച്ചു. നമ്മൾ ചിലതൊക്കെ ആഗ്രഹിച്ച് ചെല്ലുമ്പം കിട്ടിയില്ലെന്ന് വെച്ച് പിണങ്ങി പോകരുത്. അതല്ലായിരിക്കും കർത്താവ് അതിനേക്കാൾ മേൽത്തരമായതാ കർത്താവ് തരാനിരിക്കും. ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്തിൽ കർത്താവിന്റെ സന്നിധി വന്നാൽ ഈ ലോകത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്നെ കർത്താവിന്റെ അടുത്ത് പോയ ആർക്കും കർത്താവ് കൊടുക്കാതിരുന്നിട്ടില്ല. നോക്കിക്കേ, കർത്താവിന്റെ കയ്യിൽ നിന്ന് ആ സൊറോഫോനിക്കക്കാരി സ്ത്രീയൊക്കെ കർത്താവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാൻ പഠിക്കണം. കർത്താവിന് ചലഞ്ച് ഹിം വിത്ത് ഹിസ് വേർഡ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കർത്താവെ നിന്റെ വചനത്തെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വാക്ക് യേശുവെ നീ പറഞ്ഞ വാക്കാണ്. ഒരിക്കലും അതിന് വിപരീതമായി കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹാവ് ഫെയ്ത്ത് ഇൻ ഹിം. they lost their faith. ഇവർക്ക് സംഭവിച്ചത് എന്നാണെന്നറിയാവോ? ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതാ യോഹന്നാന്റെ സുവിശേഷം 14 യേശു പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്റെ പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ബിലീവ് ഇൻ മീ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡു ട്രസ്റ്റ് ഇൻ ഹിം? അതോ കർത്താവ് തരാൻ പോകുന്ന തിങ്സിലാണോ വിശ്വസിക്കുന്നത്? ആ രോഗസൗഖ്യത്തിൽ മാത്രമാണോ വിശ്വസിക്കുന്നത്? ആ സാമ്പത്തികമായ ഉയർച്ചയിൽ തന്നെയാണോ അത് ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികളും നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ അവരെ പിന്തുടരും. അത് വന്നുകൊണ്ടിരിക്കും, ചേർക്കപ്പെടുന്നതാണ്. ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ട സകലതും കർത്താവിനോട് കൂടെ നിൽക്കുന്നവർക്ക് ചേർക്കപ്പെട്ടു വരും. അത് ചേർന്ന് വരുമെന്നേ. ഗോഡ് വിൽ ആഡ് ഇറ്റ്. ഒന്നിനും കുറവ് വരത്തില്ല. നിറയ്ക്കും. അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടി കൊണ്ടുവന്ന് എന്റെ കർത്താവ് കൊടഞ്ഞിടും. കർത്താവ് അതിനെ പറ്റി പറയുമ്പോൾ ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, നശിച്ചു പോകുന്ന ആഹാരം. പെരീഷബിൾ. ഇതെല്ലാം പെരീഷബിൾ ആണ്. ഈ ലോകത്തിലെ എല്ലാ തിങ്സും പെരീഷബിൾ ആണ്. നമ്മൾ താമസിക്കുന്ന ഒരു വീട്, ആ വീടിനൊരു ആയുസ്സുണ്ട് അല്ലേ? ഇത് ഇത്ര വർഷം, ഒരു 50 years അല്ലെങ്കിൽ 100 വർഷം, അതിനൊക്കെ അത് എല്ലാത്തിനും പെരീഷബിൾ ആണ്. അതിനൊരു ആയുസ്സുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വീണ്ടും ജനിച്ച ദൈവമക്കളോട് പറയാം, ഇംപെരീഷബിൾ ആണ്, നശിച്ചു പോകുന്നതല്ല. യു ആർ പ്രിസർവ്ഡ് ഫോർ ഇറ്റേണിറ്റി. നിത്യതയ്ക്കായിട്ട് കർത്താവ് നിങ്ങളെ സൂക്ഷിച്ചിരിക്കുക. നിത്യതയ്ക്ക് എവർ ലാസ്റ്റിംഗ് ലൈഫാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. നിത്യജീവൻ, എവർ ലാസ്റ്റിംഗ് ലൈഫ്. അതല്ലേ അവർ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു. ഹയർ ലൈഫാണ്. ചിലർ മരണം തീർന്നു,
എക്സ്പയർഡ്, തീർന്ന്. എക്സ്പയർഡ് അല്ല, ഹയർ ലൈഫിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു. ഒന്ന്, അവര് ഇടറിപ്പോയത് റൊട്ടി കിട്ടാഞ്ഞിട്ട് അവർ ഇടറിപ്പോയി. രണ്ട്, അവര് ഇടറിപ്പോയത് ബിലീവ് ഇൻ മീ, എന്നെ വിശ്വസിക്കാൻ പറഞ്ഞപ്പം ദേ കുഡിൻ ബിലീവ്. എന്തുകൊണ്ട്? അവർക്ക് റൊട്ടി കിട്ടാഞ്ഞുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റി. സിമ്പിൾ ആസ് ഇറ്റ്. അവരെ ആഗ്രഹിച്ചു വന്നത് ഇതാ. നമ്മൾ ചിലപ്പോ ഈ ചിലർ ഇടറിപ്പോകുന്നത് അതുകൊണ്ടാണ്. അവര് ചിലതൊക്കെ ആഗ്രഹിച്ചു വരും. ചിലപ്പോ ചിലര് സ്ഥാനങ്ങളായിരിക്കും ആഗ്രഹിച്ചു വരുന്നത്. ആ സ്ഥാനം കിട്ടാഞ്ഞത് കൊണ്ട് പോകുന്ന എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അവര് മൈൻഡ് ചെയ്തില്ല, എനിക്ക് അവര് മൈക്ക് തന്നില്ല. കേട്ടിട്ടില്ല, എനിക്ക് അവര് മൈക്ക് തന്നില്ല. ഞാൻ അവരെക്കാട്ടി നല്ലവണ്ണം വർഷിപ്പ് ചെയ്യും. എന്നിട്ട് എന്നെ മാറ്റി നിർത്തി, എന്നെ കൊണ്ടല്ല അന്ന് ശുശ്രൂഷ ചെയ്യിപ്പിച്ച്. ഞാൻ ഒരു കാര്യം പറയാം, ദ ഹോളി സ്പിരിറ്റ് ഡയറക്ട്സ് എവറിത്തിങ്. കേട്ടോ, പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദ ഹോളി സ്പിരിറ്റ് ഇസ് ഇൻ കൺട്രോൾ. ഞാൻ കഴിഞ്ഞ 1.5 മാസമായിട്ട് വീട്ടിലിരിക്കുക. എന്റെ കാലിന് പൊട്ടലുണ്ടായിട്ട് വീട്ടിൽ. എനിക്കറിയാം അത് ദോഷമായിട്ടൊന്നും ചെയ്ത് എന്നെ ഉന്തിയിട്ട് എന്റെ കാലൊടിക്കുന്ന കർത്താവല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ കർത്താവിന്റെ ഒരു പദ്ധതിയുണ്ട്. അത് ഒരിക്കലും ദോഷത്തിനായിട്ടല്ല, അതിന്റെ അകത്തും എന്റെ കർത്താവിന് ഒരു നന്മ ചെയ്യാൻ ഉണ്ട്. ഞാൻ കർത്താവിനോട്, എന്നാലും ഞാൻ നിനക്ക് വേണ്ടി ഓടി, എന്നിട്ട് നീ എന്റെ കാലൊടിച്ചു, ഞാൻ വീഴുമ്പോ എന്നെ ഉള്ളംകരത്തിൽ വഹിക്കാമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഹിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് ഇത് എനിക്ക് ചോദ്യങ്ങളില്ല. എന്റെ കർത്താവിനോട് എനിക്ക് ചോദ്യം ചോദിക്കാനില്ല. ഹി ഡയറക്ട്സ് എവറി സ്റ്റെപ്പ്. എല്ലാ അടുത്ത ചുവടും എന്റെ കർത്താവ് ഡയറക്റ്റ്. ഈ ശ്വാസം അകത്തോട്ട് പോകുന്നത് വീണ്ടും അത് പുറത്തോട്ട് പോകണമെങ്കിൽ എന്റെ കർത്താവ് അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ. അടുത്ത ശ്വാസം വലിക്കാൻ കൃപ തന്നാൽ മാത്രമേ ഉള്ളൂ. പ്രീസ്ലോ, അങ്ങനെ ആ കർത്താവിൽ അങ്ങ് ചാരികെ. കർത്താവിൽ ചാരി ഓടുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ കർത്താവിന്റെ മാറോട് ചാരി, ആ യോഹന്നാൻ ശബ്ദം കേട്ടതുപോലെ അവന്റെ മാറിൽ ചാരിയിരുന്ന് അവന്റെ ശബ്ദം കേട്ട് അവൻ എന്താണ് എന്നോട് പറയാനുള്ളത്, യേശുവിന് എന്താണ് എന്നോട് പറയാനുള്ളത്, അത് കേട്ട് സ്റ്റെപ്പ് എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവർ, ആ കേട്ട് ചെയ്യുന്നവരായി തീരണം. ഇവിടെ ഒന്നാമത് അവർ ഇടറിപ്പോകാൻ കാര്യം അവർക്ക് 2 അപ്പം കിട്ടിയില്ല. രണ്ടാമത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് നോക്കാം. അതിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ശിന. 30. അവർ അവനോട്, ഞങ്ങൾ കണ്ടു, നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരുടെ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അല്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം 30-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനോട്, നീ ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ അടയാളം ചെയ്ത്. നോക്കിയ അടയാളം, എന്തടയാളം ചെയ്യും? അടയാളം. അവർക്ക് വിശ്വസിക്കണം. എന്ത് വേണം? അടയാളം വേണം. ദൈവവചനം പറയാതെ കാണാതെ വിശ്വസിക്കുന്നവർ. ഞാൻ അടയാളം കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്. ഐ നോ ജീസസ് ക്രൈസ്റ്റ് ഇസ് അലൈവ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ദാറ്റ് ഇസ് മൈ നോളജ്. നമുക്കറിയാമല്ലേ, തീയെ തൊട്ടാ കൈ കൊണ്ടുവന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. അവൻ മരണത്തെ ജയിച്ചു. അവനിൽ വിശ്വസിക്കുന്നവരെ മരിച്ചാലും, നോക്കിയേ, മരിച്ചാലും ജീവിപ്പിക്കുന്ന ഒരു കർത്താവാണ്. അപ്പൊ അവർക്ക് മൂന്നാമത് അവരിടറിപ്പോകാനുള്ള കാര്യം അടയാളം. അവർക്ക് എപ്പോഴും അവരുടെ മുമ്പിൽ എന്ത് വേണം? അടയാളം വേണം. സയൻസ് ആൻഡ് വണ്ടേഴ്സ് അവർക്ക് വേണം. അത്ഭുതങ്ങൾ അവർക്ക് കാണണം. നമുക്ക് ഈ അത്ഭുതങ്ങൾ കാണിക്കുന്ന മജീഷ്യനുണ്ട് അല്ലേ? ഒരു കപ്പ് എടുത്ത് വെച്ച് അതിനെ ഇങ്ങനെ വെക്കുമ്പോൾ പ്രാവായി തീരും. നോക്കിയേ, എന്റെ കർത്താവ് മാജിക്കുകാരനല്ല. ഹീസ് മൈ പപ്പ, ഹീസ് മൈ ഫാദർ. എന്റെ പപ്പായാണ്. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ്. പ്രീസിനോ, നോക്കിയേ, അത്ഭുതം കാണാതെ വിശ്വസിക്കാൻ കർത്താവ് പറയാണ്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും
അത് വരുമെന്നേ. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ നമ്മൾ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ, എല്ലാ മുട്ടും അവന്റെ നാമത്തിൽ മടങ്ങുക തന്നെ ചെയ്യും. വിഷയങ്ങൾ മാറും, രോഗികൾ സൗഖ്യമാകും, വഴികൾ തുറക്കും. അതവന്റെ നാമത്തിന്റെ ശക്തിയാണ്. അവന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും. Praise the Lord. എന്നാൽ ഇവർക്ക് എന്ത് വേണം? അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പൊ ഈ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചിലത് കിട്ടാത്തത് കൊണ്ട് ഇടറി, ഞാൻ പോയിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല. ഞാൻ പറയും, പ്ലീസ് വെയിറ്റ്. ഈ ഡിലേസ് കണ്ട്, ഞാൻ എപ്പോഴും ഡിലേസിനെ കുറിച്ച് പറയുന്നത്, കർത്താവിന് ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട് എല്ലാത്തിനും. ഡിലേസ് കണ്ട് ഇടറിപ്പോകരുത്. ചിലത് കാണാത്തപ്പോൾ ഇടറിപ്പോകരുത്. ചിലപ്പം ഈ കർത്താവിന്റെ പ്ലാൻ വേറെ ആയിരിക്കും. കർത്താവ് ചോദിച്ചാൽ തരുന്നവനാണ്. തന്റെ ഹിതപ്രകാരം എന്തെങ്കിലും ചോദിച്ചാൽ അത് കിട്ടുമെന്നാ ദൈവവചനത്തെ എഴുതിയിരിക്കുന്നത്. If you pray according to his will, അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അപ്പൊ അത് വരുമെന്നേ. അതിനെ അകത്തെ നോക്കാതെ യേശുവിനെ ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ ആ കടം മാറുന്നതാണോ? നിങ്ങളുടെ നോട്ടം ആ രോഗം സൗഖ്യമാകുന്ന യേശുവിനെ നോക്കിക്കേ. യേശുവിനെ നോക്കുന്നവർ അവർ പ്രകാശിതരാണ്. അവരുടെ നോട്ടം മാറി, അവരുടെ ഫോക്കസ് മാറി. ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, നിങ്ങളുടെ ഫോക്കസ് യേശു ആയിരിക്കണം. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ കർത്താവായിരിക്കണം. പ്രൈസ്. അത് മാറുവോ ഇത് മാറുവോ എന്നൊക്കെ നോക്കി തന്നെയാ വന്നത്. നമ്മൾ പോയത് ഷീനയുടെ സൗഖ്യത്തിന് വേണ്ടി പോയതല്ലേ, വേറെ ഒന്നുമില്ല, ഒരു പ്ലാനും ഇല്ല. പക്ഷെ അതൊരു പിടിവള്ളിയായിരുന്നു. ആ സൗഖ്യം കിട്ടിയെന്ന് മാത്രമല്ല, പിന്നെ നോക്കിയ കർത്താവിന്റെ വചനത്തിലും വാക്കിലും അടിസ്ഥാനപ്പെട്ട് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ വാതിലായിട്ട് തുറന്നു വരുന്നത് കണ്ടു. എന്നെ രൂപാന്തരപ്പെടുത്തി. ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളുകൂടി നിർത്തണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് കള്ളു കുടിക്കുന്നത് ഇഷ്ടമായിരുന്നു, എനിക്ക് സിഗരറ്റ് വലിക്കുന്നത് ഇഷ്ടമായിരുന്നു. എനിക്കിതൊന്നും നിർത്താനുള്ള യാതൊരു പ്ലാനും എനിക്കില്ലായിരുന്നു. പക്ഷെ യേശു എന്റെ ഉള്ളിലോട്ട് വന്നപ്പം he changed me. എന്നെ ആണ് മാറ്റുന്ന പോലെ എന്റെ കർത്താവ് മാറ്റി. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നും അല്ല. നത്തിങ് ഓഫ് us. ആ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി മാത്രം ഒന്നിരുന്നേ. അങ്ങോട്ട് മാത്രം നമ്മുടെ ഫോക്കസ് അതാകട്ടെ. നമ്മുടെ വിഷയത്തെ നിന്ന് ഫോക്കസ് മാറ്റി യേശുവിലോട്ടൊന്ന് നോക്കാം. പലപ്പോഴും വിഷയത്തെ മാറ്റി നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ കിട്ടിയില്ല, അയ്യോ നടന്നില്ല. യേശുവിലോട്ട് നോക്കി. കർത്താവ് പറയും, ഇതിനേക്കാൾ വലുതാ ഞാൻ തരാനിരിക്കുന്ന നിലനിൽക്കുന്നത്. അവിടെ ദൈവവചനം പറയും നിലനിൽക്കുന്നത്. ഇത് പെരീഷബിൾ ആണ്, നിലനിൽക്കുന്നത്. പിന്നീട് തകർന്നുപോയ ബിസിനസ്, മദ്യപാനം മാറി, സിഗരറ്റ് വലി മാറി, തകർന്നുപോയ ബിസിനസ്സിൽ കർത്താവ് ഉയർത്തി. ഞങ്ങളുടെ വീടിനെ അനുഗ്രഹിച്ചു, ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിച്ചു. ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഇല്ലാത്ത ഒരു കുടുംബജീവിതമായിരുന്നു. ഞങ്ങളെന്നും ഡെയിലി അടിയായിരുന്നു. പലപ്പോഴും ഞങ്ങൾ അടി വെക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ഹി ചേഞ്ച്ഡ് us. സന്തോഷം തന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. പക്ഷെ നമ്മുടെ നോട്ടം ഒന്നും അതായിരുന്നില്ല. പിന്നെ വന്നപ്പം ഒരു കൂട്ടിമുട്ടൽ ഉണ്ടായപ്പം, പിന്നെ യേശുവിനെ കണ്ടപ്പം ഹി സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. നമ്മളെ അങ്ങ് മാറ്റാൻ തുടങ്ങി. When God takes control over your life, nothing can stop you. ഒന്നിനും നിങ്ങളെ തടഞ്ഞ് നിർത്താൻ സാധിക്കത്തില്ല. നിങ്ങളുടെ അനുഗ്രഹത്തെയോ നിങ്ങളുടെ നന്മയോ ഒന്നിനും തടഞ്ഞു നിൽക്കാൻ സാധിക്കത്തില്ല. യേശു പറഞ്ഞ വാക്ക്, അപ്പം തിന്നുകൊണ്ടാണ് നിങ്ങൾ എന്റെ പുറകെ വന്നത്. ഇപ്പൊ അപ്പത്തിനായിട്ട് അപ്പം കിട്ടിയിരുന്നപ്പോ അവരിടറിപ്പോയി. ഞാൻ നിത്യജീവനെ നശിച്ചു പോകുന്ന അപ്പമല്ല, നിത്യജീവന്റെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോ അവരിടറിപ്പോയി. യേശുവിൽ വിശ്വസിക്കാൻ പറഞ്ഞപ്പം അവരിടറിപ്പോയി. 3, അവര് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാഞ്ഞപ്പം അവരിടറിപ്പോയി. 4-മതൊരു കാര്യം കൂടെ വായിക്കാം. പ്ലീസ് 41-42 വായിക്കാം. 41. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പെറുപെടുത്തു. ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. നോക്ക്, they could only see Jesus in an ancestral lineage. അവന്റെ അപ്പ നോക്കി ഇന്ന വീട്ടിലെ അല്ലേ. നമ്മളെപ്പോഴും ഈ
നമ്മൾ ഈ പല ദൈവദാസന്മാരെ കുറിച്ച് ഇന്നയാളല്ലേ, നമുക്കറിയാവുന്ന ആളല്ലേ, അല്ലേ? അങ്ങനെ ഒരു സംസാരമില്ലേ? നമുക്കറിയാം, പുള്ളിയൊക്കെ നമുക്ക് പുള്ളിയെ അറിയായിരിക്കും, പുള്ളിയുടെ അകത്തിരിക്കുന്ന ആളെ അറിയാവോ എന്നുള്ളതാ വിഷയം. ഇവരും പറയാ യോസഫിന്റെ മകനല്ലേ ഇത്. നോക്കിയേ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ജോസഫിന്റെ മകൻ, ഇന്ന വീട്ടിലെ ഇന്നയാള്, തച്ചന്റെ മകൻ. അങ്ങനെ അവരങ്ങനെയാ കണ്ടത്. ഇപ്പോഴും നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് പല ദേവദാസന്മാരെ കുറിച്ച്, ഇന്ന പുള്ളിയല്ല. നോക്കിയേ, ഹീസ് അംബാസിഡർ ഓഫ് ഗോഡ്, കർത്താവിനാൽ അയക്കപ്പെട്ട. നമ്മള് ദേവദാസന്മാരെയൊക്കെ കാണുമ്പോൾ അങ്ങനെ വേണം അവരെ ഓണർ ചെയ്യാൻ. ഈസ് അംബാസിഡർ ഓഫ് ഗോഡ്, ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ്. ഈസ് എൻ അപ്പോസ്തോൽ, ഈസ് എ പ്രോഫറ്റ്. കർത്താവ് ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്നത് പ്രവചന ശബ്ദമാണ് എന്ന് വിശ്വസിക്കണം. ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു ത്രൂ ഹിം. ആരിലൂടെയാണോ കർത്താവ് അവരിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ വാക്ക് എടുക്കുമ്പോൾ കർത്താവിന്റെ വാക്ക് എടുക്കുന്നത് പോലെയാണ്. അവർക്ക് യേശു അവരോട് പറഞ്ഞ ആ വാക്ക് അവർക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞു. അവർക്ക് ഈ കഴിക്കുന്ന അപ്പേ അറിയുള്ളൂ. ഐ എം ദ ലൈഫ് ഗിവിംഗ് ബ്രെഡ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ജീവൻ കൊടുക്കുന്ന അപ്പമാണ്. എന്നെ തിന്നുന്നവൻ, അതാ അവർക്ക് ഭയങ്കര ഇടർച്ചയായി പോയി യഹൂദന്മാർ. ഇവനെ കഴിക്കണം, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊന്ന് വായിക്കും അശ്വിന. 48 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതാ തിന്നുന്നവൻ മരിക്കാതിരിക്കാൻ. പിതാക്കന്മാരുടെ കാര്യം പറയാം. അവര് മന്ന തിന്നിട്ടും പിതാക്കന്മാരൊക്കെ എന്ത് ചെയ്തു? മരിച്ചുപോയി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി 50 വാക്യം വായിച്ചേ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. നോക്കിയേ, ആ അപ്പത്തെ കുറിച്ച് പറയുമ്പോൾ, കർത്താവിന്റെ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ, കർത്താവിന്റെ മേശയെ കുറിച്ച് കർത്താവ് അവരോട് സംസാരിക്കുന്ന മുഴുവൻ ഹയർ തിങ്സ് ആണ്. അവർക്ക് വേണ്ടിയത് റൊട്ടിയാണ്, അവർക്ക് വേണ്ടിയത് അത്ഭുതവും അടയാളവുമായിരുന്നു. അതിനായിട്ടാ അപ്പൊ കർത്താവ് പറയും, ഇതിനേക്കാൾ വലുത് ഞാൻ തരിക. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. നോക്കിയേ, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിയേ, ആ മരുഭൂമിയിൽ മരിച്ചു അല്ലേ? അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചല്ലോ. എന്നാൽ നോക്കിയേ, വേറൊരു മന്ന എനിക്ക് തരാനുണ്ട്. ഇറ്റ്സ് മീ. എന്റെ ജീവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചു തരാൻ പോവുകയാണ്. ഞാൻ എന്റെ ജീവനെ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നോക്കിയേ, ഈ അപ്പം തിന്നുന്നവൻ, അപ്പൊ അവര് ഈ കർത്താവിന്റെ ശരീരം തിന്നണോ, രക്തം കുടിക്കണോ എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് ഇടർച്ചയായി. ദേ കുഡിന്റ് ടേക്ക് ഇറ്റ് സ്പിരിച്വലി. ആത്മീയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആത്മീയമായിട്ട് അതിനെ എടുക്കാൻ അവർക്ക് സാധിച്ചില്ല. കർത്താവ് ഇവർക്ക് അത്ഭുതം, റൊട്ടി വേണം, അത്ഭുതവും അടയാളവും വേണം. നോക്കിയേ, ഇവർക്ക് ആൻസെസ്റ്റർ ലൈനേജിൽ മാത്രമേ യേശുവിനെ, അവർക്ക് ജോസഫിന്റെ മകനല്ലേ, അവന്റെ സഹോദരന്മാര് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, ആ ലൈനേജിലെ അവർക്ക് കാണാൻ സാധിച്ചുള്ളൂ. അവരുടെ നോട്ടം, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, നിങ്ങളുടെ നോട്ടം മാറരുത്. നിങ്ങൾ കർത്താവിൽ തന്നെ അങ്ങ് നോക്കിക്കേ, കർത്താവിൽ തന്നെ ഒന്ന് ആശ്രയിച്ച്. അങ്ങനെ അവരുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറിപ്പോയപ്പം അവര് വിചാരിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും അത് കാണാതിരുന്നപ്പോ അതിനുവേണ്ടി അവർ കർത്താവിന്റെ അടുത്ത് വന്ന്, ഒരു മജീഷ്യന്റെ അടുത്ത് പോയാൽ മതിയല്ലോ. അതിന് ഞാൻ ജീവിപ്പിക്കുന്ന, നോക്കിയേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. നോക്കിയേ, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ലൈഫ് ഗിവിംഗ് ആണ്. യേശു ജീവൻ തരുന്നതാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഹയർ ലൈഫിനെ കുറിച്ച് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല.
എന്നിട്ട് അതിന്റെ 66-ാമത്തെ വാക്യം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അതിന്റെ 66-ാമത്തെ വാക്യം വായിച്ചപ്പോൾ പറയാം, അന്ന് മുതൽ ശിഷ്യന്മാർ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. അവർക്ക് ഇതൊന്നും അല്ല വേണ്ട. ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, മാറിപ്പോകരുത്. യേശുവിനെ നോക്കി ഓടിക്കോണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ഗോഡ് വിൽ ആഡ് എവരിത്തിങ് ഫോർ യു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല, നിങ്ങളുടെ തലമുറകൾ പോലും കർത്താവിനെ നോക്കിയാൽ മതി. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ വരവ് വരെ എത്ര തലമുറകളുണ്ടോ ആ തലമുറകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് തൊടും കേട്ടോ. അതുപോലെ ഭൗതികമായ നന്മകൾ, ആകാശത്തിന്റെ വാതിലുകൾ കർത്താവ് തുറക്കും. ഒന്നിനും കുറവ് വരത്തില്ല. ഞാൻ അത്ഭുതോ അടയാളോ അവിടുത്തെ നോക്കിയല്ല ഓടണ്ടേ, യേശുവിനെ നോക്കി, അത്ഭുത മന്ത്രിയെ നോക്കി. അവന്റെ പേര് അത്ഭുത മന്ത്രി. യെശയ്യാ പ്രവാചകൻ പറയാണ്, അത്ഭുത മന്ത്രി, എക്സ്ട്രാ ഓർഡിനറി സ്ട്രാറ്റജിസ്റ്റ്. ഈ ബുദ്ധി വെച്ചല്ല, കർത്താവിന്റെ സൃഷ്ടിയിലോട്ട് നോക്കിയാൽ മതി. ദൈവത്തിന്റെ ബുദ്ധിയല്ല, ദൈവത്തിന്റെ വിസ്ഡം, ജ്ഞാനം. സൃഷ്ടിക്കുമ്പം അതാത് വൃക്ഷത്തിന് വിത്തൂടെ സൃഷ്ടി. ഞാനാണെങ്കിൽ ഫലയെ സൃഷ്ടിക്കത്തുള്ളായിരുന്നു. അതാ നമ്മുടെ നോക്കുന്ന പോലെ അല്ല കർത്താവ് നോക്കുന്നത്. കുരുവൊക്കെ എന്ന് പറഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് കഴിക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഫലം മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. നോക്കിക്കേ, കർത്താവ് വിത്തും കൂടെ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കിട്ടിയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കൊണ്ടു നടന്നു. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവര് അനേക ശിഷ്യന്മാരിടറി. കർത്താവിന് ഒത്തിരി 12 ശിഷ്യന്മാരല്ല, ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഇടറിപ്പോയി. ഉടനെ കർത്താവ് പത്രോസിനോട് തിരിഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട്. 67-ാം വാക്യം വായിച്ചു. നമ്മൾ 66-ലാണല്ലോ അവര് വിട്ടുപോയെന്ന് വായിച്ചത് അല്ലേ? 66, 67 അങ്ങ് വായിച്ചു. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 അവരെല്ലാം വിട്ടുപോയപ്പോ യേശു ഈ 12 ശിഷ്യന്മാരോടും, നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പത്രോസിനും മറുപടി. എനിക്ക് പത്രോസിന്റെ ചില മറുപടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ജനം എന്നെ കുറിച്ച് ആര് പറയുന്നു? ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ പറയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു എന്ന് പറയും. നോക്കിയേ, വലിയ വെളിപ്പാടുകൾ പത്രോസ് പറയും. ആദ്യം വിട്ടിട്ട് ഓടിയതും പത്രോസാണ്. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചതും പത്രോസാണ്. ഓടിപ്പോയോ? തിരിച്ചു വാ, കം ബാക്ക്, ജീസസ് ഇസ് കോളിംഗ് യു. കർത്താവിന്റെ സന്നിധിയിൽ നിന്നു. നിലനിൽക്കുന്ന നിത്യതയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. നിലനിൽക്കുന്ന, പെരിഷബിൾ ആയിട്ട് പോകുന്ന, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല വിളിച്ചിരിക്കുന്നത്, നിലനിൽക്കുന്ന നിത്യതയിലേക്ക്. അവിടെ പറയുകയാണ്, യേശു 12 പേരോട് പറയും, നിങ്ങൾക്ക് പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ശീമോൻ പത്രോസ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? നമുക്ക് പോകാൻ വേറെ സ്ഥലമില്ല. നമുക്ക് മറയാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് യേശുവിന്റെ മാർവാണ്. നമുക്ക് ചെന്ന് ചേരാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി ഇരിക്കുന്ന വീടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും പറയാം, ഡോണ്ട് റൺ അവേ. ഓടിപ്പോകരുത്. ഓടിപ്പോയവർ മടങ്ങി വാ, കം ബാക്ക്. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ ചിലരെയൊക്കെ വിളിക്കുക, കം ബാക്ക്. എവിടെ പോകാനാ? ഈ കർത്താവിനെ വിട്ട് എവിടെ പോകാൻ? റൊട്ടി കിട്ടിയില്ലായിരിക്കും, സാരയില്ലെന്നേ, അതിനേക്കാൾ വലുത് തരാനുണ്ട്. സയൻസ് ആൻഡ് വണ്ടേഴ്സ് കണ്ടില്ല, സാരയില്ലായിരിക്കും, അതിനേക്കാൾ വലുത് എന്റെ കർത്താവിന് നിങ്ങൾക്ക് തരാനുണ്ട്. നോക്കിയേ, അവിടുത്തെ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്, എവിടെയാ ചോർന്നു പോയത്? കം ബാക്ക്. കർത്താവ് വിളിക്കുകയാണ്, മടങ്ങി വാ. ഒരു പാട്ടുണ്ട്, ഞാൻ പാടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പാടിയാണ്. യേശു നിന്നെ വിളിക്കുന്നു. ജീസസ്, റജിബ്രദറും ഷീന സൗകര്യമൊന്നും അല്ല, യേശുവാ വിളിക്കുന്നു. എനിക്കൊരു കാര്യം അറിയാം, ഇന്ന് പ്രഭാതത്തിൽ ഈ മെസ്സേജ് എന്നിലൂടെ സംസാരിക്കുന്നത് കർത്താവായ യേശുവാണ്. ജീസസ് ഇസ് ടോക്കിംഗ് ടു യു. ആരുടെയോ
ഹൃദയത്തിന്റെ വാതിലിൽ എന്റെ കർത്താവ് മുട്ടുന്നത് കാണാം. നിങ്ങളിന്ന് മടങ്ങിപ്പോകാത്തവരായതുകൊണ്ടാണ് ഇന്ന് പലരും ജോയിൻ ചെയ്ത്. പക്ഷെ ആരോ എവിടെയോ എന്നെ കേൾക്കുന്നുണ്ട്. കം ബാക്ക്, കം ബാക്ക്. അപ്പൊ തന്നെ നമ്മുടെ അടിസ്ഥാനം എന്നും യേശുവിലായിരിക്കും. ഒന്നും നോക്കരുത്, കർത്താവ് നടത്തും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ വരവോളം അത് തികയ്ക്കാൻ മതിയായിരുന്നു. എവിടെയാണ് ഞാൻ എന്നെ പൊസിഷൻ ചെയ്യുന്നത്? പൊസിഷൻ യുവർസെൽഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് അത് തലക്കെട്ടിട്ടിരിക്കുന്നത് പൊസിഷൻ യുവർസെൽഫ്. നിങ്ങളെ തന്നെ യഥാസ്ഥാനപ്പെടുത്തി ആ കർത്താവിലോട്ട് നോക്കി. ശിഷ്യന്മാർക്ക് നോക്കിയ പലർക്കും അവരുടെ നോട്ടം വേറെയായിരുന്നു. അതുകൊണ്ട് അവരിട്ടിട്ട് പോയി. നമുക്ക് ഇട്ടിട്ട് പോകാതെ ആ കർത്താവിന്റെ കൂടെ തന്നെ നിൽക്കാം. ലെറ്റ് us pray. ഇന്ന് നമ്മുടെ ആവശ്യം എന്നാണ്? God will give you that. I believe. ഞാൻ വിശ്വസിക്കാം. കാരണം വാക്കൊരിക്കലും മാറത്തില്ല. He will never ever change. സോ ഇന്ന് ധൈര്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു കുഞ്ഞിന്റെ വിഷയത്തിൽ വളരെ ഭാരത്തോടെ ഇരിക്കുന്ന ഒരു മാതാവിനെ ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു മാതാവിനെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കാം. The Lord is touching you. ആ കുഞ്ഞ് എവിടെയാണെങ്കിലും എത്ര എനിക്ക് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡാണ്. ഒത്തിരി വെറി ചെയ്യുക. അവരുടെ ടീച്ചർമാര് പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ തന്നെ ഇച്ചിരൂടെ മുതിർന്ന ഒരു മകനെ കർത്താവ് കാണിക്കുകയാണ്. വളരെ കർത്താവിൽ നിന്ന് ഒത്തിരി അകന്ന് ഒരു ദേശത്തിന് തന്നെ ഒരു തലവേദനയായിട്ട് ജീവിക്കുന്ന ഒരു മകനെ കാണിക്കുകയാണ്. ദ ലോർഡ് വിൽ ടച്ച് ഇറ്റ്. കേട്ടോ എന്റെ കർത്താവ്, ഇന്നൊന്നും ഭാരപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ ആരുടെ അടുത്താണ് വന്നിരിക്കുന്നത്? ആ കടയാസറോഫാനിക്കാരി സ്ത്രീ കർത്താവിന്റെ അടുത്ത് വന്നു അല്ലേ? ആ കർത്താവ് തന്റെ കുഞ്ഞിനെ പറ്റി ഏറ്റവും വെറി ചെയ്ത് അവള് കർത്താവിന്റെ അടുത്ത് വന്നു. ആ യായിറോസ് തന്റെ കുഞ്ഞ് സുഖമില്ലാതിരിക്കുകയാണ്. ആ കർത്താവിന്റെ അടുത്താണ് വന്നത്. ഡ്രോ നിയർ ടു ഗോഡ്, ഹി വിൽ ഡ്രോ നിയർ ടു യു. അവന്റെ അടുത്തോട്ട് ഓടി വന്നു. അവൻ നിങ്ങളുടെ അടുത്ത് ദൃശ്യമായിട്ട് വരും. യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആ കർത്താവ് യേശു എന്റെ കർത്താവാണെന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കാൻ കർത്താവ് കൃപ തരണമേ. യേശുവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ അത്ഭുത മന്ത്രി, വിരുന്നാം ദൈവ, നിത്യപിതാവ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ എന്റെ കർത്താവ് ശക്തനാണെന്ന് ഞങ്ങൾ ഉറക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഓരോ മക്കളെ അതിന് സഹായിക്കണമേ. അവരുടെ പ്രതികൂലങ്ങളിൽ കർത്താവിന്റെ കര കൂടെ ഇരിക്കണമേ. അത്ഭുതകരമായ വിടുതലും സൗഖ്യങ്ങളും കൊടുത്ത് അവരെ ഉയർത്തി മാനിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകം കൊണ്ട് കർത്താവ് ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ സാധിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം എല്ലാവരുടെ മേലും വീഴട്ടെ. അഭിഷേകമാണ് നുകങ്ങളെ തകർക്കുന്നത്. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. രോഗത്തിന്റെ അവസ്ഥകൾ മാറട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ അഴിയട്ടെ. വീടുകൾ വിടുവിക്കപ്പെടട്ടെ. ആ കുഞ്ഞുങ്ങളെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. ആ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മകൻ യേശുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെടട്ടെ. അവൻ രക്ഷിക്കപ്പെടട്ടെ. അവൻ കർത്താവിലാകട്ടെ. അവൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവനായി അവൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ ഒരു ഉത്തമ സാക്ഷിയായി നിൽക്കുന്ന വ്യക്തിയായി കർത്താവിനെ തീർക്കുന്നതിനായി സ്തോത്രം. യു ക്യാൻ ചേഞ്ച് എനി പേഴ്സൺ. ഏത് വ്യക്തിയെയും കർത്താവിന് മാറ്റാൻ പറ്റും. ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്താൻ ദൈവശക്തിക്ക് സാധിക്കും. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടുകളെ തൊടണമേ. കുടുംബജീവിതങ്ങളെ, വീടിന്റെ അകത്തെ അന്തരീക്ഷങ്ങളെ എന്റെ കർത്താവ് മാറ്റണം. വലിയൊരു ക്ലെൻസിങ് ചില ഭവനങ്ങളുടെ അകത്ത് യേശുവിന്റെ നാമത്തിൽ വലിയൊരു ക്ലെൻസിങ് നടക്കുന്നത്, വലിയൊരു കഴുകൽ സംഭവിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവിന്റെ വിടുതലിന്റെ കരം തൊടണമേ. സാമ്പത്തികമായ വെല്ലുവിളികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറാൻ കൽപ്പിക്കുകയാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. അനുഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ നിറവുണ്ടാകട്ടെ. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കി തീർക്കണമേ കർത്താവേ. നന്ദി പറയുന്നു യേശുവേ. നന്ദി പറയുന്ന അപ്പച്ച. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാമ്പത്തികമായ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാ വെല്ലുവിളികളും വലിയൊരു ഫിനാൻഷ്യൽ ഡെലിവറൻസ് ആരുടെയൊക്കെയോ ജീവിതത്തിൽ സാമ്പത്തികമായ വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്. വലിയ ഫിനാൻഷ്യൽ ഡെലിവറൻസ് ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. ജോലികൾ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ കണ്ണു ഉടയ്ക്കുന്ന സഹോദരിയോടെ ഞാൻ പറയുന്നത്, നീ കരയണ്ട. നീ കരയണ്ട. നീ കരയണ്ട. ഡു നോട്ട് ക്രൈ. നീ സ്ത്രീയെ, നീ കരയുന്നത് എന്തിന് എന്ന് ചോദിച്ച നീ കരയണ്ട.
യേശുവിന്റെ നാമത്തിൽ ആ വിഷയം എന്താണെങ്കിലും അത് ഇപ്പോൾ തന്നെ മാറാൻ കൽപ്പിക്കുക. വിടുവിച്ച കൃപയ്ക്കായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. സോ കർത്താവ് നിങ്ങളെ എല്ലാരെയും ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. വി ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഡോണ്ട് റൺ അവേ. ഓടല്ലേ. ചിലതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് ഓടല്ലേ. റൊട്ടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഓടല്ലേ. അത്ഭുതം അടയാളവും കണ്ടില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോകരുത്. അതിനേക്കാൾ വലുത് എന്റെ കർത്താവിന് തരാനുണ്ട്. എനിക്ക് വേണ്ടി വീടൊരുക്കി എന്റെ പപ്പ കാത്തിരിക്കുകയാണ്. സോ ഡോണ്ട് റൺ അവേ. ഗോഡ് ബ്ലെസ് യു. വി ലവ് യു. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഉപവാസ പ്രാർത്ഥന വെള്ളി, ശനി, ഞായർ 3 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും സ്വർഗീയ വിരുന്ന് ചെട്ടിമുക്കിൽ, കോഴഞ്ചേരിയിൽ ചെട്ടിമുക്കിൽ സ്വർഗീയ വിരുന്ന് വേർഷിപ്പ് സെന്ററിൽ ഒന്നിച്ച് ദിവസം രാവിലെ 10 മണി, വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക്, വൈകിട്ട് 6 മണിക്ക്. അതുപോലെ സഹോദരങ്ങളെ, ഞങ്ങൾ എല്ലാവരും അവിടെ ഫുൾ ടൈം ദൈവസന്നിധിയിൽ ഉണ്ട്. അവിടെ ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ ഏത് സമയത്തും പ്രാർത്ഥനയ്ക്കും, നിങ്ങൾക്കൊരു കൗൺസിലിംഗ് വേണോ, നിങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് പ്രാർത്ഥിക്കണോ, അതിനൊക്കെ ഉള്ള അവസരം ഈ 3 ദിവസങ്ങളിലുണ്ട്. ഞായറാഴ്ച ദിവസം ഒരൊറ്റ സഭായോഗം മാത്രമേ കാണത്തുള്ളൂ. രാവിലെ 8 മണിക്കായിരിക്കും. നോർമലി നമ്മുടെ സഭായോഗം 6:30-ക്കാണ്. ഈ ഞായറാഴ്ച 8 മണിക്കായിരിക്കും സഭായോഗം എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഷെയർ ചെയ്യും. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. അനേകർക്ക് അത് അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു.